അപ്പോൾ നമ്മൾ ക്യാമറാസ് നോക്കുമ്പോഴത്തേക്ക് ഈ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ക്യാമറാസ് ഒന്നും ഐഡിയലി നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഫ്യൂച്ചറിൽ കാണത്തില്ല. ദേ വോണ്ട് ബി ക്യാമറാസ്. നമുക്ക് എവിടെ നിന്നും ഇങ്ങനെ കൈവച്ച് വരച്ചെടുക്കാൻ പറ്റും, ജനറേറ്റഡ് ഇമേജസ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ പഴയ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലത്തെ സൂപ്പർ ഹീറ്റ് അങ്ങനെയൊക്കെയുള്ള ക്യാമറാസൊക്കെ ഡിസൈൻ ചെയ്ത് അപ്പോൾ കുറച്ചൊരു റിട്രോ സാധനം കൂടെ ഇടയ്ക്ക് വരും. ഈ കേബിൾസൊക്കെ വെച്ചേക്കുന്നതൊക്കെ ഇല്ലേ, RCA കേബിൾസ് ഒന്നും ഇപ്പോഴത്തെ ഡിവൈസസിലൊന്നും വെക്കുന്നില്ല. അപ്പോൾ അത് ദാരിദ്ര്യമല്ല, അത് ഒരു റെട്രോ ഫീച്ചറിസത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു കോൺസെപ്റ്റാണ്. അങ്ങനെ അപ്പോൾ അതാണ് ഈ ബോളറായിട്ട് വന്നേക്കുന്നത്. എന്തുകൊണ്ടാണ് ക്ലൈമാക്സിൽ പ്രേക്ഷകനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആയിട്ട് അവസാനം അങ്ങനെ കൊണ്ട് കൊടുത്തിരിക്കുന്നത്? അല്ല, എനിക്കിതിൽ ഈ 3 രീതി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഐ വാസ് നോട്ട് ഷുവർ വെദർ ഐ വോണ്ട് ടു പുട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ എക്കോ സിനിമ ഉണ്ട്. അപ്പോൾ എക്കോ സിനിമ ഉണ്ടപ്പോൾ അതിലൊക്കെ ഓപ്പൺ എൻഡിങ് വന്നിട്ട് ഓഡിയൻസ് അക്സെപ്റ്റ് ഒക്കെ ചെയ്തു. അപ്പം അതെനിക്കൊരു കോൺഫിഡൻസ് തന്നു. ദാറ്റ് ഞാനും ഓപ്പണായിട്ട് വെക്കാം, ഇതിൻ്റെ അകത്ത് ആൾക്കാർക്ക് ഓരോ മീനിങ് കിട്ടുമെന്ന്. അപ്പോൾ എനിക്കത് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദോസ് ഫിലിം മേക്കേഴ്സ് ഫോർ ബീങ് കറേജിയസ്. ഒരാളുടെ കറേജ് വേറൊരാളെടുക്കും, ഞാനാണെങ്കിൽ എല്ലാവരും എടുക്കും. അപ്പോൾ എനിക്ക് ആ കറേജ് അവരെ നിന്നാണ് കിട്ടിയത്. അതൊക്കെ എങ്ങനെ ഓഡിയൻസ് അക്സെപ്റ്റ്, കാരണം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ അത് എത്രയും ഡെപ്ത് ആയിട്ടാണോ എഴുതിയത്, സമയമെടുത്തോ എഴുതിയതാണോ, അതോ ഇതൊക്കെ ക്ലാരിറ്റി എങ്ങനെ വന്നുകൊണ്ടാണ്. പിന്നെ സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ ഒരു കഥാപാത്രം ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ജഗദീഷായിട്ട് ഇവർ രണ്ടുപേരെയും ഇത്ര സീനിയറായ ആക്ടേഴ്സ് ഇവരോടൊപ്പം അഭിനയിക്കുമ്പോൾ മുളച്ച് നിൽക്കേണ്ട ഒരു സംഭവങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് ആ എഴുത്തിൻ്റെ ഒരു കാര്യം, ആ ഡയലോഗ്സ് എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഡയലോഗ്സിന് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് വീണ്ടും വർക്ക് ചെയ്യും. ഞാൻ നിരഞ്ജും കൂടെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ വർക്ക് ചെയ്തു. അപ്പോൾ കുറേ ജോക്സിൽ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ, നിരഞ്ജ്, വിഷ്ണു, രാഹുൽ, ശ്രീനാഥ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഡയലോഗിൽ നിന്ന് വർക്ക് ചെയ്തു. പിന്നെ രജിഷ വന്നു, നമ്മളെല്ലാവരും കൂടെ ഒത്തിരുന്ന് വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ റിഹേഴ്സ് ചെയ്തു. എന്നിട്ട് ആ റിഹേഴ്സലിൽ നിന്ന് ഡയലോഗ്സ് വീണ്ടും എടുത്ത് പിന്നെ ഇത്രയും ഡയലോഗ്സ് വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ഈ നല്ല എക്സ്പീരിയൻസുള്ള ആർട്ടിസ്റ്റിന് ഇതിൻ്റെ ഇടയിൽ ഇപ്പം എൻ്റെ അടുത്ത് ജഗദീഷ് സാർ പറയുന്നുണ്ട് പിന്നെ നോൺ AC ജയിൽ. അപ്പോൾ അത് ഭയങ്കര ഫണ്ണിയാണെന്ന് ഞാനത് ആലോചിച്ചില്ല. അപ്പോൾ അത് സാർ എന്നാ ഞാൻ ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്ക് ഐ ഹാവ് സംതിങ് ഹിയർ, ഞാനൊരു സാധനം പറയാം നോക്കിയാൽ നോക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് നോൺ AC ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്യാമറയുടെ ബാക്കി ഞാൻ അതൊരു ഭയങ്കര ഫണ്ണിയാണ്. അപ്പം അങ്ങനെ ആർട്ടിസ്റ്റിന് തന്നെ ഇത്രയും സ്പെക്ക് കിട്ടുമ്പോഴത്തേക്ക് ആർട്ടിസ്റ്റ് അവരുടെ ഒരു ചെറിയൊരു സ്ട്രോക്ക് കൂടെ അതിൽ ആഡ് ചെയ്യും. ചിലപ്പോൾ ആ സ്ട്രോക്കായിരിക്കും ചിരിക്കുന്നത്, ഓഡിയൻസിന് കണക്ട് ചെയ്യുന്നത്. അത് കോടതിയാണോ അണ്ടി ഓഫീസാണോ എന്ന് ജഗദീഷ് സാർ ചോദിക്കുന്നുണ്ട്. എനിക്കത് ഒട്ടും ഫണ്ണി അല്ലായിരുന്നു കേട്ടോ. എനിക്കത് കേൾക്കുമ്പോഴേ അയ്യോ, നമ്മൾ ഈ 2046 അണ്ടി ഓഫീസിനെ കുറിച്ച് പറയുമ്പോൾ 2012 തന്നെ അണ്ടി ഓഫീസ്, അത് ഞാൻ ഇങ്ങനെ ഇതായിട്ട് വെച്ചത്. പക്ഷെ ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെയോ വന്ന് ഇത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലെറ്റ് മീ കീപ് ദ ഫെയ്ത്ത് അത് വെച്ചു. അത് നല്ല ചിരി കിട്ടുന്നുണ്ട്. അപ്പം യെസ്, രജിഷ വിജയൻ പിന്നെ ഈ പറയുന്ന പ്രതിഭയുടെ കോമഡികളൊക്കെ ഇവർ രണ്ടുപേരുടെ കോമ്പോ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു സിനിമയിൽ വന്നിട്ടില്ല. പക്ഷേ അത് പരീക്ഷണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിരഞ്ജൻ, ഇവരുടെയൊക്കെ ഈ പറയുന്ന 3 വ്യത്യസ്തമായിട്ടൊരു കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ്. അപ്പോൾ ഇവരുടെ ഇതിലേക്ക് എങ്ങനെ ഇവരെങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം? ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ സംഭവം വന്നിരുന്നു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇത് എങ്ങനെയത്, കാരണം ഐറ്റം ഡാൻസ് എന്നുള്ളത് കഥാപാത്രമായി കഴിഞ്ഞാൽ എല്ലാവരും അതാവണം. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംഭവമുണ്ട്. ഐറ്റം ഡാൻസ് ചെയ്യുന്നത് ശരിയാണോ ചിന്ത വരുമല്ലോ. അപ്പോൾ ഇത് കൺവിൻസ് ആവുക എന്നുള്ളതുണ്ടായിരുന്നു. അല്ല, മാജിക്കലി നമ്മൾ ക്രിയേറ്റീവ് ഒരു പ്രോസസ്സിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഈ അൺസർട്ടനിറ്റീസും പേടികളും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവർ ചെയ്യും ഇതൊക്കെ അങ്ങ് മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോയിൽ അങ്ങ് പോവുക. അപ്പം നമ്മൾ ആരെടുത്ത് വേണമെങ്കിലും ഇത് ചോദിക്കാനുള്ളൊരു ധൈര്യം വരും. ഡെസ്പിറേഷൻ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സംഭവം നമുക്ക്. അപ്പോൾ ഞാൻ രജിഷയെ കണ്ടപ്പോഴത്തേക്കും ഇത് ഐറ്റം ഡാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ രജിഷ അങ്ങനെയൊന്നും ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ ഇതൊക്കെ ഉണ്ട് ഇവരടുത്താണെങ്കിലും ഇല്ല എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പം സുരേഷ് കൃഷ്ണ സാറിൻ്റെ അടുത്തൊക്കെ ആ ക്യാരക്ടർ പറയുന്നത് ട്രിക്കി ക്യാരക്ടറല്ലേ. എന്നിട്ട് ഞാൻ അത് അപ്പം നമുക്ക് അങ്ങനെ ആലോചിക്കും. ഞാൻ വിഷ്ണുവും കൂടെ പോയാണ് നമ്മൾ സുരേഷ് സാറിൻ്റെ അടുത്ത് ആ സാധനം പറഞ്ഞു. വിഷ്ണുവാണ് എനിക്ക് സുരേഷ് കൃഷ്ണ സാറിന് റൈഫിൾ ക്ലബ്ബിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ അതിൻ്റെ എനിക്ക് എന്തോ ദൈവം സഹായിച്ച ആ സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇപ്പം പാട്ടൊക്കെ ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഇത്രയും വലിയ ആഘാതമാണോ ഇതെന്നൊക്കെ ഞാൻ ആലോചിച്ചത്. പാട്ടൊക്കെ ഇറങ്ങിയിട്ടാണ്. അതുവരെ ഞാൻ ഇത് ഒരാളെന്തും പറഞ്ഞാൽ അത് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു സ്പേസിലല്ല എനിക്ക് ദൈവം സഹായിച്ചത് അല്ല.
ലാലേട്ടനായിട്ടൊരു പടം വരുത്തണമെന്ന് കേട്ടു. അതെ അതെ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഫിലിം മേക്കേഴ്സ്, ഫോർ പ്രൊഡ്യൂസേഴ്സ്, ഫോർ റൈറ്റേഴ്സ് എല്ലാവർക്കും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ട്രൈങ് ടു മേക്ക് ദ ബെസ്റ്റ് ഐറ്റം പ്രോഡക്റ്റ്. ഇത് ബെസ്റ്റ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം എന്തായാലും നമ്മളെക്കാട്ടും ബെസ്റ്റ് സാധനം വരും. അത് ഭൂമിയുടെ ഒരു റൂളാണെന്ന്. എന്തിൽ ബെസ്റ്റ് ഉണ്ടോ അതിനെക്കാട്ടും ബെസ്റ്റ് എവിടെയെങ്കിലും ഉണ്ട്. അപ്പോൾ ഇത് ബെസ്റ്റ്. അതായത് ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ചത് ഇനി എങ്ങാനും കൃഷാന്തത് ആലോചിച്ച് പോയിട്ട് എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ വാട്ട് എ മിസ് ദിസ് വുഡ് ഹാവ് ബീൻ. അല്ല, എനിക്ക് റോൾ ഓഫ് എ ലൈഫ് ടൈം എനിക്ക് മിസ്സായി പോയത്. സോ താങ്ക്ഫുള്ളി ഹി ഡിഡ് നോട്ട്. ആൻഡ് കറേജസ് ഫിൽം മേക്കേഴ്സ്, നോർമലി ഒരു ഫിൽം മേക്കേഴ്സും അങ്ങനെ ഒന്നും, കാരണം നമ്മളവിടെ ആക്ടേഴ്സ് ആയിരിക്കുമ്പം പുറമേ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ മുഖം എപ്പോഴും പുറത്തു വരുമ്പോൾ തോന്നുന്നു നമുക്ക് കൂടുതൽ ഏജൻസി ഉണ്ടെന്നില്ല. നമുക്ക് ഏജൻസി ഇല്ല, കാരണം ഞങ്ങൾ ഇത് ഒരു നമ്മുടെ മുഖം സ്ക്രീനിൽ വരണമെങ്കിൽ ഒരാൾ കഥ എഴുതണം, ഒരു സംവിധായകനെ അത് ഡിസൈഡ് ചെയ്യണം, ആ സംവിധായകൻ്റെ എഴുത്തുകാരൻ്റെ മനസ്സിൽ നമ്മളുടെ മുഖം വരണം, നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തോന്നണം. ഇത് നമ്മളുടെ അടുത്ത് വന്നാലല്ലേ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ മുന്നേ ഉള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണെന്നാലും കൃഷാന്ത് തോട്ട് ഓഫ് യു, രചനയെ കുറിച്ച് ആലോചിച്ചല്ലോ. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമ്മളുടെ പ്രീവിയസ് വർക്ക് അല്ലെങ്കിൽ നമ്മളിതിന് മുന്നേറ്റ കോസ്റ്റ്യൂംസ്, ലുക്ക്, ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ എനിക്കായിരുന്നു നഷ്ടം സംഭവിക്കുക എന്നുള്ളതാണ്. ഈ സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിഞ്ഞിരിക്കുമ്പോഴും അവർ തമ്മിൽ വളരെ നന്നായിട്ട് പെരുമാറുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ്. അതിനകത്ത് നമുക്കിപ്പം എത്രയാണെങ്കിലും പിരിഞ്ഞു കഴിയുമ്പം അതിനകത്ത് വരുന്ന ചില തോട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് ശരിക്കും ഒരു മനുഷ്യൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അത് മായ്ച്ചു കളയാന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ശരിക്കും ചെയ്തത്? കാരണം വെച്ചാൽ നമ്മൾ ആ രണ്ട് സാധനവും വേണം താനും, എന്നാലത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യരുത്. അപ്പൊ അതൊരു ആ ഒരു രീതിയിൽ എന്താ എങ്ങനെ എടുത്തത്? ഞാനൊന്നും ചെയ്തില്ല, മുടി വെട്ടി ചെയ്ത് തന്നു. കൃഷ്ണന്ത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു ഇതാണ് ലുക്ക് എന്ന്. ഐ വാസ് വെരി എക്സൈറ്റഡ് പടത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ. പിന്നെ കൃഷാന്ത്, ഐ എം എ ഫാൻ ഓഫ് കൃഷാന്ത്സ് ഫിലിംസ്. അപ്പം അതിലൊരു ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. വിത്ത് ഇങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ്, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. സോ ഇറ്റ് വാസ് ഫൺ. അതുപോലെ തന്നെ ഒരു ജയിലിലേക്ക് കയറി വരുമ്പോൾ കാണാനാണെന്ന് കരുതി അത് കഴിഞ്ഞ് കുറ്റവാളിയാണ് എന്തിനാണ് വരുന്നതെന്നുള്ളത് മനസ്സിലായപ്പോൾ നല്ലൊരു ചിരി ഉണ്ടായിരുന്നു. ശരിക്കും അത് ആ ഒരു സാധനമൊക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? പക്ഷെ അത് പറയുന്നവര് നമ്മൾ ചെയ്യുന്നു. പിന്നെ ഐ തിങ്ക് നിരഞ്ജന്റെ കൂടെ എനിക്ക് കുറച്ചും കൂടെ ചെയ്യാണ് നിരഞ്ജനോടാണ്. ആൻഡ് ഹി വെറുതെ അങ്ങോട്ട് റിയാക്ട് ചെയ്ത് കൊടുത്താൽ മതി, പുള്ളിക്കാരൻ ചെയ്തോളും. അപ്പം യെസ്, താങ്ക്സ് നിരഞ്ജ്. ഹ്യൂമറസ് ആണ് അവിടെ. ഇപ്പം ലാലേട്ടൻ്റെ കൂടെ ഒരു പടം വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതേപോലത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടമായിരിക്കും. അല്ല, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിരഞ്ജ് തരുന്നതായിരിക്കും. കുറേ ഇറ്റ്സ് എ മാസ് ഫിലിം, മാസ് പടമാണ്. അതേപോലെ ഈ സിനിമയ്ക്കകത്ത് തന്നെ ഇത് ഒരു രജിസ്ട്രേഷൻ സിനിമ പറയുന്നുണ്ട്. അപ്പം സെൽമി എന്ന് പറയുന്ന സമയത്ത് ശരിക്കും സൊസൈറ്റി ഈസ് എ മാർക്കറ്റ്, വി ആർ എ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സൊസൈറ്റിയിൽ റെലവൻ്റ് ആയിട്ടൊരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു തോട്ട് വരാനുള്ള ഒരു കാര്യം എന്താണ്? അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ജീവിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം വിൽപ്പനയുടെ ഒരു പല പല സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പം എസ്പെഷ്യലി അപ്പം വാല്യൂ ഉള്ള ആൾക്കാർ. ഇപ്പം ആ ഡയലോഗ് എക്സാക്ട്ലി പറഞ്ഞത് വിഷ്ണു അഗസ്ത്യയാണ് എൻ്റെ അടുത്ത്. നമ്മൾ സംഘർഷനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിഷ്ണു അഗസ്ത്യ ഒരു ലോങ് ആക്ഷൻ സീനൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. ലോങ് ആക്ഷൻ സീൻ, സംഘർഷയുടെ എൻഡിലൊരു വെരി ഇൻട്രസ്റ്റിംഗ് ആക്ഷൻ സീനുണ്ട്. അപ്പം ഞാനൊന്നും അത്ര ഫിറ്റ് അല്ല. അപ്പം വിഷ്ണു ഫിറ്റായിട്ട് ഇത്ര ആക്ഷനൊക്കെ ചെയ്തു, വീണ്ടും ചെയ്യുന്നു, ചാടുന്നു, എല്ലാം കഴിഞ്ഞിട്ടപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സർപ്രൈസ് എടുത്തിട്ട് ചോദിച്ചാൽ വിഷ്ണു ഇങ്ങനെ തളന്നിട്ട് ഭയങ്കര കഴിവാടോ, കൊണ്ടുപോയി എന്നെ വിൽക്കടോ. അത് ഞാൻ നോക്കുമ്പോഴത്തേക്കും അതല്ല വെരി ട്രൂ. അപ്പോൾ ഞാൻ രജിഷയുടെ അടുത്തും ഈ ഡയലോഗ് വിഷ്ണു ഇങ്ങനെ പറഞ്ഞതായിട്ട് തന്നെയാണ്, ഈ ഡയലോഗ് ഇത് പറയേണ്ട രീതി ഇങ്ങനെയാണ് അപ്പോൾ എന്ന് പറഞ്ഞു. രജിഷ ശരിക്കും അങ്ങനെ ഡയലോഗ് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത്? അതായത് ഇപ്പോൾ ശരിക്കും സൊസൈറ്റി റെലവെന്റ് ആയിട്ടുള്ളത് നടക്കുന്ന ഹിന്ദി കൂടെ ഇട്ടേ ഉള്ളൂ. അല്ല, അത് ഭയങ്കര റെലവെന്റ് ആണല്ലോ, എല്ലാം വിൽക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണല്ലോ. സോ യെസ്. പക്ഷെ എനിക്ക് വിഷ്ണുവേട്ടൻ്റെ കറക്റ്റ് മോഡുലേഷൻ പറഞ്ഞതുകൊണ്ട്
കുറച്ചും കൂടെ അടിപൊളിയാണ്. ഒരു സെക്കൻഡ് പാർട്ടിന്റെ ഒരു സാധ്യത കൂടെ ഉണ്ടല്ലോ. ഒരു ഭാവിയിൽ ഒരു കേസി ഒക്കെ പ്രതീക്ഷിക്കാമോ? എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. സെക്കൻഡ് പാർട്ട് ടൈറ്റിൽ സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്നു മസ്തിഷ്ക വർണ്ണ 2 ഡീകൺസ്ട്രക്ഷൻ ഓഫ് റോബിൻസ് പാരഡോക്സ് എന്ന്. അതൊരു ടൈം ട്രാവലൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള കോമഡി ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇതിപ്പോൾ ഫങ്ഷനിലായി തുടങ്ങിയോണ്ട് ഓഡിയൻസ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ വർക്കാവുന്നുണ്ട് സിനിമ. നമ്മൾ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചും ആലോചിക്കുന്നതാണ്. അതെ 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 അതെ. പ്രശാന്തിൻ്റെ ഒരു ഷോട്ടും കൂടെ ഇതിൻ്റെ എൻഡിലുണ്ടായിരുന്നു. ഒരു ഷോട്ട് കൂടെ എടുക്കാം. പിന്നെ സെൻസർ ചെയ്ത് തിരിച്ചു വരണം. അപ്പം എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ആ ഷോട്ട് നമ്മൾ എടുക്കാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് നിർത്തിയത്. അങ്ങനെ ആ ഒരു സീനാണെന്ന് പറഞ്ഞ പുള്ളി എന്തെങ്കിലും പറഞ്ഞു? അതാ ഇല്ല ഇല്ല, പ്രശാന്തിൻ്റെ അടുത്ത് ജസ്റ്റ് ഫോട്ടോ അയച്ചത് സിനിമ കണ്ടതിന് അത് കണ്ടേ. അതെ അതെ അതെ. തിയേറ്റർ മൊത്തത്തിൽ ഒരു വലിയൊരു ചിരി പടന്നു. അതാ പ്രശാന്തേട്ടനും കൂടെ ഉള്ള ഒരു അംഗീകാരമാണല്ലോ പുള്ളി. അതിന് ആ ഒറ്റ സീനിൽ തന്നെ അടിപിടിച്ച് ചെയ്തേ. ഞാനിത് പറഞ്ഞപ്പോ പ്രശാന്തേട്ടൻ പറഞ്ഞാണ് നീ ഇത് വേറെ എവിടെ പോയി പറയരുത്, പിന്നെ ഇനി ഡയറക്ടേഴ്സ് എന്റെ ഫോട്ടോ മാത്രമേ DP-ന്റെ ഇതിലെ കൂടുതൽ നമുക്ക് ചിരി വരുന്നത് സംസാര രീതി, സ്ലാങ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് പിടിക്കാൻ പറ്റിയത്? എങ്ങനെ എത്ര എഫേർട്ട് എടുത്തു ഇതിന്? എനിക്ക് ഇഷ്ടമാണ് സ്ലാങ്ങിൽ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് സ്ലാങ്സ്. പണ്ട് തൊട്ട് സിനിമ വരുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ ചുമ്മാ ഫ്ലോയും പോയി അല്ല അപ്പൊ അല്ല അത്രയുള്ളൂ. അപ്പൊ അത് പ്രശാന്തിന് ഓക്കെ ആയിരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സ്ലാങ്ങൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമല്ലോ. പക്ഷെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വന്നിട്ട് അത് ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഹാപ്പി ആയി. അതെ അതെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഡയലോഗ്? കാലത്തിലുള്ളതല്ലേ തവിയിൽ വരത്തുള്ളത്. ഓക്കെ, താങ്ക് യു. എന്തോന്ന് റെജി ഇത്? എന്താ മോള് രേഷ, ഇപ്പം ബൈസൺ എന്ന് പറഞ്ഞ സിനിമ ഐ ഹോപ്പ് രേഷയുടെ ലൈഫിൽ തന്നെ കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് വന്നിട്ടുള്ളൊരു പടമാണ്. അത് മാത്രമല്ല ഇപ്പൊ പടം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നായികയല്ല, പക്ഷെ നായികക്കാട്ടിലും സ്കോർ ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്യാൻ ഉള്ള സ്പേസ് ഉള്ളൊരു പടമാണ്. അപ്പം ഇനി സിനിമ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഒരു സിനിമ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ആ ബൈസൺ ഇറങ്ങിയതിന് ശേഷമുള്ള രേഷയ്ക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്കല്ലേ നമ്മുടെ ഈ സിനിമയിലെ നായിക എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും നായകൻ്റെ റൊമാൻറ്റിക് പെയറിനെയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പം ചില സമയത്ത് അമ്മ റോളായിരിക്കാം സിനിമയിലെ ശരിക്കുള്ള നായിക, അല്ലെങ്കിൽ സിസ്റ്റർ ആവാം, ഫ്രണ്ട് ആവാം. നമുക്ക് ഞാൻ പറഞ്ഞ ഇതിനു മുന്നേ ഇപ്പം മധുര മനോഹര മോഹത്തിൽ ഞാൻ ഞാൻ സിസ്റ്ററാണ് സിനിമയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ സിനിമയിൽ നമ്മൾ 5 മിനിറ്റ് ആണോ 10 മിനിറ്റ് ആണോ മുഴുനീളം നമ്മളാണ് ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇപ്പം ഇന്ന് തന്നെ ഇപ്പം നിങ്ങൾ ഇവിടെ എടുത്ത് നോക്കും, ഇപ്പം നമ്മൾ ദിവ്യയുടെ ക്യാരക്ടർ ആണെങ്കിലും ആനിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫ്രീഡേ അല്ലാതെ ഈ 2 ക്യാരക്ടേഴ്സിന് പ്രശാന്തനെ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിച്ച് ഞാൻ പോയെന്നാ ചെയ്യാം. ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എവിടെ നല്ല ഹോപ്പ് ഉണ്ട്, എവിടെ നല്ല ക്യാരക്ടർ കിട്ടുമോ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് പ്രൈമറി. പിന്നെ ബൈസൺ സക്സസ്ഫുൾ ആയി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ തമിഴിലാകെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏത് സിനിമ നമ്മൾ ചെയ്യുമ്പം ആ സിനിമ വർക്ക് ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് മസ്തിഷ്ക കാരണം ഇവിടെ നല്ല റിവ്യൂസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം.